ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്നൊരു വീക്കെൻഡ് ആയിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹറി പറയൊന്നുമില്ല, ഒരു റിലാക്സ്ഡ് ഈവനിങ് ആണ്. സോ ഞാൻ വിചാരിച്ചു ബാൽക്കണിയിൽ പോയി നല്ല സൺസെറ്റൊക്കെ ആസ്വദിക്കാം. അങ്ങനെ ബാൽക്കണിയിൽ പോയപ്പോൾ സൺസെറ്റ് കാണാനാണ് പോയത്. ബട്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. സൺസെറ്റ് ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിപ്പോയി. കുഴപ്പമില്ല, നല്ല വ്യൂ ഒക്കെ കണ്ട് കുറച്ച് സമയം റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. വണ്ടികൾ പോകുന്നതും പ്രാവുകളിങ്ങനെ പറക്കുന്നതും ഈ ഈവനിങ് ഭയങ്കര രസമാണ്. നമ്മുടെ സ്കൈയും നമ്മുടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഇതാ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് നമ്മൾ സണ്ണ് പോയി ഒളിച്ചിരിക്കുന്നത്. സോ നമ്മുടെ സൺസെറ്റ് നമുക്ക് മിസ്സായി. സൺറൈസ് നല്ല രീതിയിൽ ഈ സൈഡ്, ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സ്കൈ നോക്കി ഏകദേശം സണ്ണ് സെറ്റ് ആവാറായി. ബാങ്ക് കൊടുക്കുന്ന ടൈമായി. ലൈറ്റ്സൊക്കെ ഓണായി ഓരോ സ്ഥലത്തുള്ളത്. ബാൽക്കണിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു സീ ആണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ കപ്പലുകളും പിന്നെ ജെറ്റ് സ്കി, ബോട്ട് കുറേ ഇങ്ങനെ പോകുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് കാണുന്നത്, പണി ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടുമാണ് റോഡ് പണീൻ്റെ. അപ്പോൾ ആദ്യം ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര ഗാർഡൻ പോലെ ആയിരുന്നു. ഇപ്പോൾ ഇവരെ റോഡിൻ്റെ വീതി കൂട്ടേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര സൗണ്ടാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്, അജ്മാൻ ഫിഷ് മാർക്കറ്റാണിത്. ഇതുപോലെയായിരുന്നു നമ്മുടെ റോഡും. ഇങ്ങോട്ടുള്ള റോഡിൽ നടുക്കൊക്കെ കണ്ടോ ഭയങ്കര ചെടികളും കാര്യങ്ങളെല്ലാം ആയിട്ട് അതുപോലെ തന്നെയായിരുന്നു ഈ സൈഡിലും. എന്നിട്ട് ഇപ്പോൾ അവരത് ചെറുതാക്കി റോഡിനെ വീതിയാക്കി കൊണ്ടുവരാണ് ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റ്സൊക്കെ ഓണായി, ബാങ്കൊക്കെ കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇനി മെല്ലനെ പോകാം. അരമണിക്കൂറോളം ഇവിടെ ഇങ്ങനെ ഇരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നല്ലൊരു എനർജി കിട്ടിയ പോലെ ഉണ്ട്. അങ്ങനെ ഇതൊരു പ്രെയർ ഏരിയ ആണ്. നമ്മൾ റമദാനിൽ സെറ്റ് ചെയ്തതായിരുന്നു ഒരു ചെറിയൊരു പ്രെയർ ഏരിയ. ഇതിൻ്റെ റമദാനിലെടുത്തൊരു വീഡിയോ ഉണ്ട്, ഞാനിവിടെ കൊടുക്കാം. ഒരു വീഡിയോ ആണ് ഈ പ്രെയർ ഏരിയ സെറ്റ് ചെയ്ത വാർഡ്. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ഖുർആനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം. നമുക്ക് പിന്നെ നിസ്കാരപ്പടവും കുപ്പായങ്ങളൊക്കെ ഇതിൻ്റെ താഴെ വെക്കാം. അങ്ങനത്തെ രീതിയിൽ നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ഏരിയ ഉള്ളത്, നല്ലതാണ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്തെങ്കിലും കഴിക്കണം തോന്നിയപ്പോൾ പെട്ടെന്നൊരു മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻഡോമി. മാഗിന്നേ വായിൽ വരൂ, ചെറുതിലെ മാഗി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സൈഡിൽ അവിടെ ചായക്കും വെച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് നിന്ന് മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഗ്ലാസ് പോട്ടിൻ്റെ പ്രഹസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചായ ഇവിടെ ഓൾറെഡി സെറ്റായി കഴിഞ്ഞു. മാഗി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡോമിൻ്റെ പൗഡർ ഇടുമ്പോൾ ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടില്ലേ, അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഫുൾ ഇടാറില്ല. ഒരു 1.5 പാക്കറ്റ് മാത്രമേ ഇടൂ. എനിക്ക് ഫുൾ ഇടുമ്പോൾ എന്തോ ഉപ്പ് കൂടുന്ന പോലെയാണ്, എന്തോ അങ്ങനെ തോന്നും. നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. ചീസോ ക്രീമോ, ഇല്ലെങ്കിൽ നാടൻ സ്റ്റൈലാണെങ്കിൽ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. മുട്ട ഇടും ചിലപ്പോൾ. ഇന്ന് എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം എന്ത് ചെയ്തു, ഫ്രിഡ്ജ് തപ്പിയപ്പം അപ്പം ഞാൻ വിചാരിച്ചു ചീസ് ഇടാം. അങ്ങനെ ചീസ് ഇട്ടു. പിന്നെ ഒരു ക്രീമും കിട്ടി, അപ്പോൾ ആ ക്രീമും കുറച്ച് ഒഴിച്ചു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇട്ടു. അങ്ങനെ ഒരു ഇറ്റാലിയൻ ടൈപ്പായി. ഇങ്ങനെ ഇത് ചീസ് മെൽട്ടായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഭയങ്കര രസമാണ്. മാഗി എപ്പോഴും കുറച്ച് സോഗിയായിട്ട് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിൽ കഴിക്കാനാണ് എനിക്കിഷ്ടം, ഡ്രൈ ആക്കുന്നതിനെക്കാട്ടിയും. ഇനി ഇത് സെർവ് ചെയ്യലാണ്. പിന്നെ നമ്മളൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. വെറുതെ ഒന്ന് പുറത്തു പോവാം, വീക്കെൻഡാണ്. പിന്നെ ഫുഡ് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാം, അങ്ങനത്തെ രീതിയിലാണ് ഇറങ്ങിയത്. എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷോപ്പും ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെയാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല. പോകുന്ന നോക്കിയിട്ട് നമ്മൾ തീരുമാനിച്ചു ഷാർജയിൽ പോകാമെന്ന്. അങ്ങനെ ഷാർജയിലേക്ക് വിട്ടു. അങ്ങനെ നമ്മളിങ്ങനെ പോക്കായി പോകുന്ന നോക്കിന് കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തതാണ്. ഷാർജയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികൾ, അത് ഓരോന്ന് കാണുമ്പോൾ ഇതാണ് രസം എന്നങ്ങനെ നമുക്ക് തോന്നിപ്പോവും. ആ ലൈറ്റ്സും കൂടി ആകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു ഡിസ്കൗണ്ട് സെൻറ്ററിൽ കയറിയിട്ട് എന്തെങ്കിലും നോക്കാതെ എന്തായാലും ഇറങ്ങിയതല്ലേ, എവിടെയെങ്കിലെല്ലാം പോകണമല്ലോ. അങ്ങനെ കുറച്ച് പോകാനുണ്ടായിരുന്നു. ഷാർജയിൽ തന്നെയുള്ള ഒരു ഡിസ്കൗണ്ട് സെൻറ്ററിലായിരുന്നു നമ്മൾ പോയത്.
സോ കയറി അതിൽ തന്നെ ഞാനൊരു മാസ്ക് എടുത്തു. ഞാനിവിടുന്ന് ഒന്നെടുക്കാം, ഇവനിവിടുന്ന് രണ്ടെടുക്കും. അതാണ് അവസ്ഥ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ പറയണ്ടല്ലോ. എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് കിട്ടും. നല്ല ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. സോ നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന ഏകദേശപ്പെട്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ടാവും. അത് നല്ല റേറ്റ് കുറവിൽ. പാത്രങ്ങൾ, ജഗ്, സ്പൂൺസ്, പിന്നെ കുറേ സാധനങ്ങൾ പറഞ്ഞാൽ തീരൂല, അത്രക്കും സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. പോയാൽ എന്തായാലും നമുക്ക് എന്തെങ്കിലും വാങ്ങാണ്ട് വരാൻ പറ്റൂല. അത്രക്കും സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ സ്റ്റോറേജ്, നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം. പച്ചമുളക്, പിന്നെ വെണ്ടക്ക കാര്യങ്ങളൊക്കെ വെക്കാം. ഇത് മുട്ട എല്ലാം വെക്കുന്ന ട്രേ ആണ്. പിന്നെ ബാസ്ക്കറ്റ്സ്, കുറേ ബാസ്ക്കറ്റ്സ് ഉണ്ട്. നല്ല മുഞ്ചുള്ള ബാസ്ക്കറ്റ്സ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഡെക്കോറായിട്ടും എല്ലാം വെക്കാൻ പറ്റും. പിന്നെ മേലത്തെ സെക്ഷനിലേക്ക് പോയി. മേലെ പിന്നെ പറയണ്ട, മറ്റേ കോഡ് സെറ്റ്സിൻ്റെ ശേഖരം എന്ന് തന്നെ പറയാം. കുറേ ടൈപ്പ് ഉണ്ട്. ഞാൻ പിന്നെ അധികം ഡ്രസ്സ് സെക്ഷനിലേക്ക് നോക്കാൻ നിന്നില്ല. പിന്നെ നമ്മളവിടെ മതി മറന്നു പോവും. അതുകൊണ്ട് ഞാൻ അധികം ഡ്രസ്സ് സെക്ഷനിൽ തിരിഞ്ഞ് കളിക്കാണ്ട് പിന്നെ കുറേ സെറ്റ് ക്ലിപ്സ് ഉണ്ട്. പിൻട്രസ്റ്റിലും കാണുന്ന പോലത്തെയും അല്ലാത്തതുമായിട്ടുള്ള എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു സെറ്റിനാണ് റേറ്റ് വരുന്നത്. 8.99, 7.99, 5.99 അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ നല്ല അഫോർഡബിളായിട്ട് കിട്ടും. ഇവൻ്റെ ചെറിയ ട്രോളിയൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ സൈഡിൽ മംഗലപ്പുറക്കെല്ലാം മുമ്പ് ഇടാൻ പറ്റിയ ടൈപ്പ് ബാഗ്സാണ് ഉള്ളത്. ഇത് മാത്രം മതി നമുക്ക് മംഗലത്തിന്. പിന്നെ വേറൊന്നും ഇടണ്ട. ജ്വല്ലറിയും ഡ്രസ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് പ്ലെയിൻ ആക്കിയിട്ട് ഇത് നല്ല ഹെവി ആയിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. മെല്ലെ വിട്ടു, മതിയായി. ബില്ലൊക്കെ അടിച്ചു വന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. നമ്മൾ ബ്രോസ്റ്റ് കഴിക്കാൻ ഷാർജയിൽ തന്നെ ഫ്രൈയോ എന്ന് പറയുന്നൊരു ഷോപ്പിൽ കയറി. ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടാൻ എന്തായാലും കുറച്ചധികം ടൈം എടുക്കും. ആ ടൈമിൽ ഞാൻ ചെയ്യാറ് ഫോണിലുള്ള ഗെയിം എന്തെങ്കിലും കളിച്ച് ടൈം ഒപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഫുഡ് വന്നു. പിന്നെ നമ്മൾ വേഗം ഫുഡും കഴിച്ചു. ലെഗ് പീസ് പിന്നെ വികാരമാണ്. സോസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നതാണോ അല്ലെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി സോസ് കഴിക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ പിന്നിട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു നല്ല ബ്യൂട്ടിഫുൾ പള്ളി കണ്ട് നമ്മൾ വീട്ടിലെത്തി. ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വ്ലോഗ്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ ബൈ.